I have to mention. മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ ഞാൻ അല്ലല്ല ചോദിക്കുന്നത് ഒന്നുമില്ല. എന്താണ് പറഞ്ഞുങ്ങള്? അതാ പറയാൻ പോകുന്നല്ലേ? അങ്ങനെ ഒരു റൈറ്റ് എനിക്കില്ല. പറഞ്ഞോ അങ്ങ് കാം ഡൗൺ. പറഞ്ഞോ. എനിക്കൊരു റൈറ്റ് ഉണ്ടല്ലോ. സർ, ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ്. സർ, അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു. റോജി എം ജോൺ അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. നിയമസഭയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയ ചർച്ച അത് പൂർത്തിയാവുകയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ പ്രതിപക്ഷം ഇപ്പോൾ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. 2 പ്രതിപക്ഷ MLA-മാർ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് നേരത്തെ സഭയിൽ നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും അത് തുടരാൻ ഉള്ള തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ടിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുകയുണ്ടായി. കുന്നംകുളത്തെ കസ്റ്റഡി മരണം പ്രത്യേകമായി ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ വിഷയത്തിലെ ചർച്ച നടന്നത്. ആർ ശ്രീജിത്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. ശ്രീജിത്ത്, അപ്പോൾ ആ ചർച്ച അത് കഴിയുന്നു. 2 പ്രതിപക്ഷ അംഗങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്കും പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരായി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയാണ് നടന്നത്. 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചർച്ച അവസാനിക്കുമ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യത്തിൽ പരിഹാരം ആയിട്ടില്ല. കുന്നംകുളത്ത് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം എന്നതായിരുന്നു അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഡിമാൻഡ്. ആ ആവശ്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. കുറ്റക്കാർക്കെതിരെ പിരിച്ചുവിടലടക്കമുള്ള നടപടി സ്വീകരിച്ച സർക്കാരാണ് LDF സർക്കാരുകൾ. ഈ സർക്കാരിന്റെ കാലത്ത് 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. ഓരോ കുറ്റത്തിന്റെയും കാഠിന്യം നോക്കിയാണ് പിരിച്ചുവിടൽ അടക്കമുള്ള നടപടി സ്വീകരിക്കുക. അത് മുൻകാലത്തും സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ കുന്നംകുളം കേസിന്റെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് സഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്ന കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും മഞ്ചേശ്വരം MLA AK അഷ്റഫുമാണ് സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദന വിഷയത്തിൽ ഇപ്പോൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം സഭാ കവാടത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഈ കുന്നംകുളം സംഭവത്തിൽ അതിൽ ആദ്യ സമയത്ത് സ്വീകരിച്ച നടപടികളാണല്ലോ മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ അത് നിയമ പോരാട്ടത്തിലേക്കൊക്കെ കടക്കുന്നുണ്ട്, ഈ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. സുജിത്ത്, അപ്പോൾ ആ വിഷയത്തിലൊക്കെ അത് സജീവമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ശ്രീജിത്ത് സഭയിൽ? ഉന്മേഷ്, മുഖ്യമന്ത്രി ഈ പോലീസ് നയവുമായി ബന്ധപ്പെട്ട് LDF-ന്റെയും UDF-ന്റെയും നയവ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും സംസാരിച്ചത്. എന്നാൽ തനിക്ക് വ്യക്തിപരമായി അടിയന്തരാവസ്ഥക്കാലത്തേറ്റ മർദ്ദനത്തെപ്പറ്റി ഒക്കെ ഈ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നുമൊക്കെ പരാമർശങ്ങളുണ്ടായാലും അതിലേക്ക് കടന്നു പോകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ UDF-ന്റെയും LDF-ന്റെയും പോലീസ് നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്, ആ 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഊന്നിപ്പറയാനാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിലുടനീളം ശ്രമിച്ചത്. LDF-ന്റെ കാലത്ത് പോലീസിനെ ഒരു മർദ്ദനോപകരണമായി കാണുന്ന സമീപനമല്ല സ്വീകരിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ കാലത്ത് മറിച്ചാണ് സംഭവിച്ചത് എന്ന് മുഖ്യമന്ത്രി ഓരോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഓരോ ഘട്ടത്തിലും LDF അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഈ നയംമാറ്റത്തിലാണ്, അതായത് പോലീസിനെ മർദ്ദനോപകരണമായി കണക്കാക്കുന്ന ഒരു നയത്തിൽ നിന്നുള്ള മാറ്റത്തിനാണ് ശ്രമിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എല്ലാ ഘട്ടത്തിലും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശനമായ സമീപനം സ്വീകരിച്ചത് LDF ആണ്. LDF-ന്റെ കാലത്ത് ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല. എന്നാൽ UDF-ന്റെ കാലത്ത് പോലീസുകാരെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രീത്തിലേക്ക് തന്നെ തിരികെ എത്താം. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പൂർത്തിയായിരിക്കുന്നു. ആർ ശ്രീത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.